നന്ദി സുരേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2169 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ N. ഹരിഹരൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി, കേരള. 45 വർഷത്തെ ചികിത്സാ പരിചയം. ISKയുടെ മുൻ ടീച്ചിങ് ഫാക്കൽറ്റി, ആലപ്പുഴ ജില്ലയുടെ മുൻ ISK പ്രസിഡന്റ്, ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ടുള്ള സാറ് വിവിധ തരം പ്രിസ്ക്രിപ്ഷനുകളും ചികിത്സയുടെ പ്രോട്ടോക്കോളുകളും എന്ന ക്ലാസ്സാണ് ഇന്ന് നമുക്ക് നൽകുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ N. ഹരിഹരൻ സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാർ കോഹോസ്റ്റ് അല്ലേ? ഉണ്ടായിട്ടുണ്ട്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. സാറേ അൺമ്യൂട്ട് ചെയ്യേ സാറേ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. അന്ന് ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സാറിന്റെ കഴുത്തിന്റെ. എങ്ങനെ വേണം? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ചുകൂടെ ഒന്ന് കയറിയാൽ മതി 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 മതിയോ? ആ സാറേ ശരി. ആ കാണാമല്ലേ? ക്യാമറ തിരിക്കുമ്പോഴേ സാറ് അതിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ സ്ക്രീനിലോട്ട് നോക്കി സ്ക്രീനിലോട്ട് ഞാന് ഈ കമ്പ്യൂട്ടറിലേക്ക് നോക്കും. സാറിന്റെ അല്ല അത് കുഴപ്പമില്ല. ഇപ്പൊ നോക്കുമ്പോഴേ കഴുത്തിന്റെ താഴ്ഭാഗം കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിരിക്കുകയാണ്. സാർ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ കുഴപ്പമില്ല. ആ ആ മതിയോ? മതി മതി മതിയോ? നമുക്ക് തുടങ്ങാം. എന്താ മറിയാമ്മ ഡോക്ടറെ, നമുക്ക് തുടങ്ങാം സാറേ, തുടങ്ങാം. നിങ്ങളെ ബോറടിപ്പിക്കുന്നിടം വരെ ഞാൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇല്ല, സാറിന്റെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് കേൾക്കാൻ വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതാ ഈ എന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ വളയത്തിലൂടെ ആദ്യം ചാടി വളയമില്ലാതെ ചാടുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോലുള്ള വലിയ വലിയ ഡോക്ടർമാരെ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കൊച്ചു ഡോക്ടർമാരെ ആണ് ഞാൻ സംവദിക്കുന്നത്. അതാണ് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്. അത് ഒട്ടും താമസമില്ലാതെ നമുക്ക് ക്ലാസ് തുടങ്ങാം. കാര്യം എന്താ വെച്ചാൽ ഇന്ന് തന്നെ ഇതെല്ലാം തീർക്കണമല്ലോ. ഈ നമ്മള് ഹോമിയോപ്പതി ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേസ് എടുത്ത് ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ കേസ് എടുത്ത് തീർന്നു കഴിയുമ്പോൾ ഏത് രീതിയിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഏത് രീതിയിലാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്? അപ്പൊ അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം ഇത് കേസ് എടുത്തു കഴിഞ്ഞു, ഹനിമാനിയൻ മെത്തേഡ് വെച്ച് നമ്മൾ കേസ് എടുത്തു, എല്ലാ സിംറ്റംസും എടുത്തു, അതിൻ്റെ മൊഡാലിറ്റീസ് എടുത്തു, കോൺകോമിറ്റന്റ് എടുത്തു, ഡിസയർ എടുത്തു, അവേർഷൻ എടുത്തു, തെർമിറ്റ്സും എടുത്തു. നമുക്ക് റാഡാർ വെച്ചോ അല്ലെങ്കിൽ മറ്റ് റെപ്പർട്ടറി വെച്ച് നമുക്ക് അത് റൂബ്രിക്കാക്കി അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് നമുക്കതിന് പ്രാധാന്യം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ഇപ്പൊ കെന്റിന്റെ ആണെങ്കിൽ റാഡാറിലാണെങ്കിൽ ഇതിന് ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആ മാർക്ക് കൊടുത്ത് നമ്മൾ റെപ്പർട്ടൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ മെഡിസിൻസ്.
ആ രീതിയിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ അത് വെച്ച് നമുക്ക് മെഡിസിൻ കൊടുക്കാം. അത് വെച്ച് മെറ്റീരിയൽ മേടിക്കാൻ നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്. അത് സാധാരണ ഹോമിയോപ്പതി ഡോക്ടർമാര് എല്ലാം ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അടുത്ത മെത്തേഡുണ്ട്. അത് നമ്മൾ കേസ് എടുത്ത് കഴിയുമ്പോൾ ഏത് രീതി വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൽ ആദ്യത്തെ മെത്തേഡാണത്. രണ്ടാമത്തെ മെത്തേഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റയർ പിക്കൂലിയർ അൺകോമൺ സിംറ്റം ഉണ്ടെങ്കിൽ ആ റയർ പിക്കൂലിയർ അൺകോമൺ സിംറ്റം വെച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അത് ഡോക്ടർ ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. റയർ പിക്കൂലിയർ അൺകോമൺ സിംറ്റംസ് uncommon symptoms may become a totality of symptom പറയുന്നത്. അപ്പം ആ റയർ പിക്കൂലിയർ അൺകോമൺ വെച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഉദാഹരണമായിട്ട് പറയുമ്പോൾ പൾസാറ്റില എടുത്തെന്ന് വിചാരിച്ചു. നമ്മൾ കേസ് ഒരു ഫീവറായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, നമ്മൾ കേസ് നോക്കി, കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് പനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട് കുട്ടിക്ക്, പക്ഷേ ഈ കുട്ടിക്ക് ദാഹം അശേഷമില്ല, സ്വല്പം പോലും ദാഹമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പൾസാറ്റിലെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു മെയിൻ തേഴ്സ്റ്റ്ലെസ് റെമഡിയാണ് പൾസാറ്റില. അപ്പോൾ നമുക്ക് പൾസാറ്റിലെ കുറിച്ച് ചിന്തിക്കാം. പിന്നെ അടുത്തത് ഇപ്പം ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ഒരു ഹോട്ട് റെമഡിയാണ്. അയാളുടെ സ്റ്റൊമക് സിംറ്റംസ് പക്ഷേ ചൂടുവെള്ളം കൊണ്ടാണ് കുറയുന്നത്. ഹോട്ട് വാട്ടർ ഡ്രിങ്കിങ് കൊണ്ടാണ് അയാൾക്കൊരാശ്വാസം കിട്ടുന്നത്. സത്യത്തിൽ ഈ ഹോട്ട് റെമഡിയായ ലൈക്കോപോഡിയത്തിന് ശരിക്കും തണുത്തത് കൊണ്ടാണ് ആശ്വാസം കിട്ടുന്നത്. പക്ഷെ കിട്ടുന്നത് എങ്ങനെ? ചൂടുവെള്ളം കുടിക്കുമ്പോഴാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ റയർ പിക്യൂലിയർ അൺകോമൺ സിംറ്റംസ്. പിന്നെ ഇനിയും ഞാൻ പറയാം. ഇപ്പോ ഫോസ്ഫറസ് ഒരു ചില്ലി പേഷ്യൻ്റാണ്. അപ്പൊ ചില്ലി പേഷ്യൻസിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ മെറ്റീരിയ മെഡിക്ക എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് പകുതി മുക്കാലും ഫോസ്ഫറസിന്റെ സിംറ്റംസ് റിലീവ്ഡ് ബൈ വാംതാണ്. പക്ഷേ ഫോസ്ഫറസിന്റെ സ്റ്റൊമക് സിംറ്റം കുറയുന്നത് കോൾഡ് വാട്ടർ കൊണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വേറെ പിന്നെ അടുത്ത മെത്തേഡ് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നില്ല, പോയാൽ ഒത്തിരി സമയമെടുക്കും. അടുത്തത് എയിൽമെന്റ്സ് ഡ്യൂ ടു അതായത് അതിന് ഒരു സർട്ടൻ മസിൽസിന്, ബോൺസിന് ഇയേഴ്സ് ബാക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എയിൽമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഞാൻ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു. അത് ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു തീവ്ര സഭയിലുള്ള ഒരാൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരാളാണ്. അയാൾക്ക് വർഷങ്ങൾക്ക് മുമ്പ്, അയാൾക്ക് ഒരു 29-30 വയസ്സേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അയാള് വള്ളത്തിൽ കയറിയ വഴി അയാളുടെ സ്ക്രോട്ടത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായി. അപ്പോ ഇഞ്ചുറി ഉണ്ടായി, അത് എന്തോ മരുന്നോ ആയുർവേദമോ എന്തോ ഒക്കെ ചെയ്ത് അത് അതിന്റെ വേദനയെല്ലാം കുറഞ്ഞു. പക്ഷേ അയാള് കല്യാണം കഴിച്ച ശേഷം എന്ത് സംഭവിച്ചു? അയാൾക്ക് ആസുസ്പുമ്യ, സ്പേം കൗണ്ട് ഇല്ല. അപ്പൊ ഞാനിങ്ങനെ കേസ് എടുത്തപ്പോ അയാൾ ഈ സംഭവം എൻ്റെ ഒക്കെ പറഞ്ഞു.
എന്റെയൊക്കെ പറഞ്ഞു. അത് ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ അയക്ക് കൊടുത്ത മരുന്ന് ആർണിക്ക CM ആണ്. 2 ഡോസ് കൊടുത്തു. എപ്പോഴും ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കുമ്പോൾ 2 ഡോസ് കൊടുക്കും. അത് ഒന്ന് ഡിസ്പെൻസറി ഇരിക്കുകയാണെങ്കിൽ ഉടനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കിടക്കാൻ നേരത്തോ ഇല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ അടുത്ത ഡോസും കൂടെ കഴിക്കാം. അത് എൻ്റെ ഒരു മെത്തേഡാണ്. പക്ഷേ അതുകൊണ്ട് എന്താ ഗുണമുണ്ടായേ? ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അയാളൊക്കെ പറഞ്ഞു ഒന്ന് സെമൻ ടെസ്റ്റ് ചെയ്യാം. സെമൻ ടെസ്റ്റ് ചെയ്തപ്പം അയക്ക് ആവശ്യത്തിൽ കൂടുതൽ കൗണ്ട് ഉണ്ട്. അതാണ് എയിൽമെന്റ്സ് ഡ്യൂ ടു. ഇതുപോലെ തന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഒരു 45-50 വയസ്സുള്ള ഒരു സ്ത്രീ എന്റെയൊക്കെ തലകറക്കമായിട്ട് എന്ത് ചെയ്തിട്ടും തലകറക്കം മാറുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ വരുന്നത് അറിയാമല്ലോ, പല സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞാണ് നമ്മുടെയൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കേസ് എടുത്തപ്പോൾ ഇങ്ങനെ ഹിസ്റ്ററി എടുത്തപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ, ഇവര് ഒരു 2 വർഷം മുമ്പ് ബാത്റൂമിലേക്ക് കയറുന്ന വഴി കാല് സ്ലിപ്പ് ചെയ്ത് പോവുകയും തലയിടിച്ച് വീഴുകയും തലയിൽ ഒരു ഹെമറ്റോമ ഉണ്ടാകുകയും ചെയ്തു. അതും ഇതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഹെമറ്റോമ അങ്ങ് പോയി. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തലകറക്കം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അലോപ്പതി ഡോക്ടർമാർക്ക് അതൊരു പ്രശ്നമല്ല. അവരത് സ്കാൻ ചെയ്യുന്നു, CT എടുക്കുന്നു, ഇതെടുക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ പൊക്കും. പക്ഷെ ഇത് പേഷ്യന്റ് സഫർ ചെയ്യുന്നത് പേഷ്യന്റ് അല്ലേ. അവർ പറയുന്നു എനിക്ക് തലകറക്കം മാറുന്നില്ല. അന്ന് ഞാൻ കൊടുത്ത മെഡിസിൻ ഇതുപോലെ തന്നെ ആർണിക്ക കൊടുത്തു. ആർണിക്ക 10 2 ഡോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് ഹൈപ്പറിക്കം കൊടുത്തു. അത് ആർണിക്ക കൊണ്ട് അത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. ഹൈപ്പറിക്കം 10 ഇതുപോലെ തന്നെ 2 ഡോസ് കൊടുത്തപ്പം അവളുടെ തലകറക്കം കംപ്ലീറ്റ് ആയിട്ടും. ഈ അടുത്ത ദിവസം നമ്മുടെ ഇതിനകത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണോ ഡോക്ടറാണോ എന്നെ വിളിച്ചിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തലവേദന. ഒരു ഡോക്ടറെ വിളിച്ച, ഇങ്ങനെ ഡോക്ടർമാർ കൂടെ വിളിക്കാറുണ്ട്. പക്ഷെ അപ്പൊ ആ ഡോക്ടർ എൻ്റെ ഒക്കെ പറഞ്ഞു എനിക്ക് കൂടെ തലവേദന വരുന്നു ഡോക്ടറെ. ഞാൻ അലോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞു ആ തലവേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് നട്ടെല്ലിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഉണ്ടാകുന്ന തലവേദനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെളിയിൽ നിൽക്കുക. അപ്പൊ ആ കുട്ടി എൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് വിളിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒത്തിരി പേര് വിളിക്കുന്നതുകൊണ്ട് അതിന്റെ പേരൊന്നും ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ ആ ഡോക്ടറൊക്കെ പറഞ്ഞു ഇയാളൊരു കാര്യം ചെയ്യും, ഹൈപ്പറിക്കം 10 2 ഡോസ് കഴിക്ക്, ആർണിക്ക 200 കണ്ടിന്യൂ ചെയ്യ്, ലഡം കൂടെ കഴിക്കാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ നെക്സ്റ്റ് ഡേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞു എൻ്റെ തലവേദന കുറവുണ്ട്. അതാണ് എയിൽമെന്റ്സ് ഡ്യൂ ടു. അതുകൊണ്ടാണ് അത് നമ്മൾ എപ്പോഴും പരിഗണിക്കണം. പിന്നെ ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ റയർ പിക്കൂലിയർ അൺകോമൺ, അതിനകത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പെൺകുട്ടി അവർക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വജൈനയുടെ ഭാഗം മുഴുവൻ ബേണിങ്. അപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തു, പസൽസ് ഇല്ല, ഇൻഫെക്ഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ വജൈനയുടെ ഭാഗം ചുട്ടു പൊള്ളുന്ന ചൂടാണ്, ബേണിംഗ് ആണ്. പക്ഷേ ഈ കുട്ടി എന്തെടുക്കുമെന്നറിയാമോ? ഓരോ പ്രാവശ്യം മൂത്രമൊഴിക്കുമ്പോഴും അടുക്കളയിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളമായിട്ടാണ് ബാത്റൂമിലേക്ക്. അപ്പം ആ കുട്ടി എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. അതിൻ്റെ അമ്മ എൻ്റെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു
ഡോക്ടറെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇവള് എപ്പോഴും മൂത്രമൊഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളവുമായിട്ടാണ് അതിനകത്ത് പോകുന്നത്, അതും നല്ല ചൂട് വെള്ളം. ഞാൻ അത് പിന്നെ ബേണിംഗ് ആണെന്ന് ആ കുട്ടി പറയുന്നത്. പക്ഷെ ഞാനതിനെ ബേണിംഗ് റിലീവ്ഡ് ബൈ ഹീറ്റ്, അത് നോക്കി ആലോചിച്ച് നോക്കി. ബേണിംഗ് റിലീവ്ഡ് ബൈ ഹീറ്റ്. വാസ്തവത്തിൽ റിലീവ് ചെയ്യേണ്ട എങ്ങനെയാ? കോൾഡ് വാട്ടർ കൊണ്ടാണ് റിലീവ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ചൂടുവെള്ളം കൊണ്ടാണ് കുറവ്. അന്ന് ഞാൻ കൊടുത്ത മെഡിസിൻ ആഴ്സനിക്കമാണ്. ആഴ്സനിക്കം വണ്ണം ഒരു ഡോസ് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ 0/3, എനിക്കൊരു മെത്തേഡുണ്ട് 0/3യുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോകും, എന്നാലും ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ സെൻറ്റിസ്മൽ സ്കെയിലിൻ്റെ ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ 50 മില്ലിസ്മൽ പൊട്ടൻസി, എല്ലാം പൊട്ടൻസി ഞാൻ ഒരു 7 പൗഡറും 3-4 പില്ലറ്റിട്ട് 7 പൗഡറും കൊടുക്കും ഒരാഴ്ചത്തേക്കാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു പൗഡർ ഇടാൻ പറയും. 1 പൗഡർ അത് അലുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വൈകിട്ട് കിടക്കുന്നതിനകം ഈ 1 ലിറ്റർ വെള്ളവും കുറേശ്ശെ കുടിച്ചോണം. അതിന് ഇന്ന സമയമൊന്നുമില്ല. അങ്ങനെ എൻ്റെ ഒരു മെത്തേഡുണ്ട്. അത് അങ്ങനെ ഞാൻ പനിക്കാർക്ക് കൊടുക്കും, എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് ഞാൻ കൊടുക്കുകയും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യും. അപ്പൊ ഇതിന്റെ പതോളജി നമ്മൾ അന്വേഷിക്കാൻ പോയാൽ ഒരു രക്ഷയും. ഇതെന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ ചിലപ്പം ഒരു നെർവസ് സിംപ്റ്റം ആയിരിക്കും, എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഹോമിയോപ്പതിയുടെ വിജയം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കേസ് വന്നാൽ നമ്മൾ ഭേദമാക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പേരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പേഷ്യൻസ് അതാണ് ബേണിംഗ് റിലീവ്ഡ് ബൈ ഹീറ്റ്. അത് ശരിക്കും ആഴ്സനിക്കത്തിന്റെ ഒരു വണ്ണം പൊട്ടൻസിൽ അത് കംപ്ലീറ്റ് ക്യൂർ ചെയ്തു. പിന്നെ അടുത്ത മെത്തേഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സാധാരണയായിട്ട് ഒരു 70 വയസ്സ്, അതായത് 65-നും 70-നും വയസ്സുണ്ടെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിന് സാധാരണ പ്രാധാന്യം കൊടുക്കാറില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ അധികം ട്രൈ ചെയ്യാറ്. അവിടെ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിംറ്റംസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതേസമയം ഒരു 50 ഇയേഴ്സ്, ഒരു 18 വയസ്സോ ഇല്ലെങ്കിൽ അതിനു മുമ്പോ ഒരു ടീനേജിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കും. അപ് ടു 55-60 വരെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ മിക്കവാറും പോളിക്രസ്റ്റിൽ ഉൾപ്പെട്ടതായി. അതെനിക്ക് അറിയാം, അത് പോളിക്രസ്റ്റിൽ ഉൾപ്പെട്ട മെഡിസിൻ ആയിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പത്തോളജിക്കൽ റെമഡീസും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ എന്തിനാ രോഗികൾ വരുന്നത്? എത്രയും പെട്ടെന്ന് ആശ്വാസം കിട്ടാനാണ്. അപ്പോ പത്തോളജിക്കൽ റെമഡിയും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ആ പത്തോളജിക്കൽ റെമഡി സൂപ്പർഫിഷ്യലായിട്ട് ആക്ട് ചെയ്യുകയും ഡീപ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഈ മലാഡിയെ ഈ അവരുടെ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യുകയും. അതിൻ്റെ ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോ ഒരു ബ്ലീഡിങ് ആയിട്ട് ഒരു സ്ത്രീ നമ്മുടെയൊക്കെ വരുന്നിരിക്കട്ടെ, ഒരു പെൺകുട്ടി നമ്മുടെയൊക്കെ വരുന്നു, ബ്ലീഡിങ് ആയിട്ട് നമ്മുടെയൊക്കെ വരുന്നു. 10-25 വയസ്സ് പ്രായമുണ്ട്, ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. പ്രായമുണ്ട്, ബ്ലീഡിങ് നിൽക്കുന്നില്ല, കുറച്ച് വയറുവേദനയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ US സ്കാൻ ചെയ്യിക്കും. അപ്പൊ US സ്കാൻ ചെയ്തപ്പം കണ്ടതെന്താ? അതായത് ചെറിയ ചെറിയ ഫൈബ്രോയിഡ് യൂട്രസിനകത്ത്.
അപ്പം ഇതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ്. അപ്പൊ ഈ ഫൈബ്രോയിഡ് ചൊങ്ങിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ. അതിന് നമ്മൾ ആ കുട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുകയും സെപ്പിയ ആയിട്ട് കിട്ടുക എന്ന് വിചാരിച്ചു. അപ്പൊ സെപ്പിയ 10 ഒരു ഡോസ് കൊടുക്കും, 2 ഡോസ് കൊടുക്കും. സെപ്പിയ 2 ഡോസ് കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പതോളജിക്കൽ റെമഡി ആയിട്ട് ഫ്രാക്സിനസും, ഫ്രാക്സിനസ് ടിഞ്ചറാണ് കൊടുക്കും. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ ഹമാമലിസും ട്രില്ലിയും കൊടുക്കും. അത് ഹമാമലിസും ട്രില്ലിയും കൊടുക്കുമ്പോൾ ഐദർ അത് 2ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഞാൻ അത് മിക്സ് ചെയ്തും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ബ്ലീഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആക്ട് ചെയ്ത് വരുന്നത് സമയം കൊണ്ട് രണ്ടും അതിൻ്റെ കാരണവും മാറി, ആ പത്തോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസും. ഇങ്ങനെ വേണം പ്രിസ്ക്രൈബ് ചെയ്യാൻ. അതായത് ബേസിക് റീസണെ നമ്മൾ അഡ്രസ് ചെയ്യണം, അതുപോലെ തന്നെ പത്തോളജിക്കൽ ആയിട്ടുള്ള അതിനെ കൂടെ നമ്മൾ അഡ്രസ് ചെയ്യണം. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് സിംറ്റംസ് വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട്. അതിൽ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതുപോലെ തെർമൽസിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ അടുത്തത്, പക്ഷേ ഈ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് പ്രോട്ടോകോൾ മെത്തേഡ്. ഈ പ്രോട്ടോകോൾ മെത്തേഡ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത്? ഒരു 70 വയസ്സായിട്ടുള്ള ഒരാൾ വരുന്നു, ഇല്ലെങ്കിൽ 65 വയസ്സായിട്ടുള്ള ആൾ വരുന്നു. ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമ്മുടെയൊക്കെ വരുന്നത്. അയാൾക്ക് ആസ്മയുണ്ട്, അയാൾ ഡയബറ്റിക് ആണ്, അയാൾക്ക് BP ഉണ്ട്. ഇത്രയൊക്കെ ആയിട്ടാണ് ഒരു പ്രായമായ ആള് നമ്മുടെയൊക്കെ വരുന്നെങ്കിൽ അതെന്താ കാര്യം? കോൺസ്റ്റിറ്റ്യൂഷനലി അതൊരു ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ നമ്മൾ സിംഗിൾ റെമഡി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനാണ് ഞാൻ സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ശരിയാണോ തെറ്റാണോ, പക്ഷെ എനിക്ക് അതിന് പ്രയോജനമുണ്ട്, അതുകൊണ്ട് അസുഖം കുറയുന്നുമുണ്ട്. 100% ഞാൻ അവരുടെയൊക്കെ പറയും, നിങ്ങളുടെ ഡയബറ്റീസോ ഇല്ലെങ്കിൽ BPയോ ആസ്മയോ 100% എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. കാര്യം അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. പക്ഷെ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങളുടെ BP ഞാൻ കുറച്ച് തരാം, നിങ്ങളുടെ ഡയബറ്റീസ് ഒരു പരിധിവരെ ഞാൻ കുറയ്ക്കാം, ആസ്മ ഒരു പരിധിവരെ കുറയ്ക്കാം, നിങ്ങളുടെ പൈൽസ് അത് ഞാൻ ഒരു പരിധിവരെ കുറച്ച് തരാം എന്ന് പറയും. അപ്പൊ ആ സമയത്ത് ഒക്കെയാണ് നമ്മൾ നമ്മുടെ പ്രോട്ടോകോൾ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അടുത്തത് പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണ്. പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഹൈലി ഡയബറ്റിക് ആണ്. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്. പക്ഷേ 35 വർഷമായിട്ട് 40 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക്. പക്ഷേ അതില് ഒരു 20 വർഷത്തിന് ആളെ ആയിട്ടാണ് ഞാൻ മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. മെഡിസിൻ കഴിക്കുകയല്ല, ഞാൻ ഒറ്റ ടാബ്ലറ്റ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഇൻസുലിൻ ആണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കിഡ്നിക്കോ മറ്റിനോ യാതൊരു കുഴപ്പമില്ല. എൻ്റെ ക്രിയാറ്റിൻ ലെവൽ നോർമലാണ്. എവറിത്തിങ് ഈസ് നോർമൽ. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു, ഡയബറ്റിക് പേഷ്യൻസ് ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയാൽ ഇവർക്ക് ഒരു വളരെ പെട്ടെന്ന് കിഡ്നിയെ ബാധിക്കുകയും ക്രിയാറ്റിൻ ലെവൽ കൂടുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് ആര് പറഞ്ഞു തന്നെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു പേഷ്യൻ്റ് ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അയാള് ഒരു റെപ്യൂട്ടഡ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ അയാൾ ഡയബറ്റിക് ആണ്, എന്നെ പോലെ തന്നെ അയാൾ ഡയബറ്റിക് ആണ്. അപ്പൊ അയാളുടെ ഒരു ഫ്രഞ്ച് ഡോക്ടർ
അവിടെ പരിശോധനയ്ക്ക് വന്നപ്പം അന്ന് വളരെ കുറച്ച് ഡയബറ്റിക് അത്ര ഇതില്ലായിരുന്നു അയാൾക്ക്. പക്ഷെ ആ ഫ്രഞ്ച് ഡോക്ടർ പറഞ്ഞു, യാതൊരു കാരണവശാലും നിങ്ങൾ ഡയബറ്റിക്കിന്റെ ടാബ്ലറ്റ് കഴിക്കരുത്. ഈ ടാബ്ലറ്റ് ആണ് ഈ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലും നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരും എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഷുഗർ കൂടുന്നതുകൊണ്ടാണ് ഈ കിഡ്നി ഡാമേജ് ചെയ്യുന്നതെന്നാണ് ധരിച്ചു വയ്ക്കുന്നത്. അല്ല, ആ ഡയബറ്റിക്കിന് കഴിക്കുന്ന അലോപ്പതി മരുന്നാണ് കിഡ്നി ഡാമേജ്. അത് എല്ലാവരും ഓർത്തിരിക്കും. പിന്നെ അടുത്തത് ഞാൻ പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് അപ്പൊ ഈയിടെ ഞാന് ചുമ്മാ എൻ്റെ പുറം ഒന്ന് ചൊറിഞ്ഞു. അടുത്തൊരു ചീപ്പിരുന്നു, ഞാൻ ആ ചീപ്പ് വെച്ച് ചൊറിഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ ചീപ്പിന്റെ അറ്റം എൻ്റെ പുറത്ത് ഏതാണ്ട് സ്കാപ്പുലയുടെ ഏരിയയിൽ തുറഞ്ഞു. ഞാൻ ഇഗ്നർ ചെയ്തു. അവസാനമായപ്പോ അവിടെ നല്ല വേദന. അപ്പോൾ നോക്കുമ്പോഴാണ് ഒരു ആബ്സസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര പനി, ഷിവറിങ് എല്ലാം. ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു MBBS ഡോക്ടറുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം വന്നാൽ പറഞ്ഞു, ഇത് പ്രശ്നം ഗുരുതരമാണ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെ കൊണ്ടുപോയി. അത് ഡ്രെയിൻ ചെയ്തപ്പോൾ ധാരാളം പഴുപ്പുണ്ടായി. എന്നിട്ട് മെഡിസിൻ ഒന്നും ഒന്നും തന്നില്ല. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഈ IV ആയിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഏതാണ്ട് ഒരാഴ്ച ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങി. അത് കഴിഞ്ഞ് എന്നെ വിടുകയും ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചേ? ഒരു ഹോൾ അവിടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പ്രശ്നമാണല്ലോ. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല ഡോക്ടറെ, ഞാൻ കരിച്ചോളാം. എനിക്ക് I am damn sure, 100% എനിക്ക് ഉറപ്പാന്നു, ഞാൻ മാനേജ് ചെയ്തു. എൻ്റെ വൈഫ് ഹോമിയോപ്പതി ഡോക്ടർ. അവര് ഡോക്ടർ രാജശേഖരന്റെ പെങ്ങളാണ്. അവർക്ക് അങ്ങനെ ഭയമൊന്നുമില്ല, പേടിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഉപ്പുവെള്ളം, അതായത് അയഡിൻ കണ്ടെയ്ൻഡ് ഇല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഒരു ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു. ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് സാൾട്ട് ഇടണം. എന്നിട്ട് നമ്മുടെ നാക്കെ രുചിച്ച് നോക്കണം. സ്റ്റെറൈൽ വാട്ടർ ആയിരിക്കണം. രുചിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഉപ്പുരസം വരത്തക്ക ഇട്ടിട്ട് അതിനകത്ത് കലണ്ടുല ടിഞ്ചർ ഒഴിക്കണം. അതിനകത്ത് കലണ്ടുല ടിഞ്ചർ ഒഴിച്ച് അത് ചുറ്റുപാടും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഗോസ് ഇതിനകത്ത് മുക്കി ഈ ഹോളിലേക്ക് വെക്കണം. അങ്ങനെ ഏതാണ്ട് 3 മാസം ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞു. ആന്റിബയോട്ടിക്കും ഉപയോഗിച്ചില്ല, ഒരു ബയോട്ടിക്കും ഉപയോഗിച്ചില്ല. അതാണ് പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഇതിന് കഴിച്ച മരുന്ന് ഞാൻ എന്താണെന്ന് നിങ്ങളുടെ പറയും. ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ സിലീഷ്യ 200 ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ഡ്രോപ്പ് ഇറ്റിച്ചിട്ട് അതിൽ നിന്ന് 2 സ്പൂൺ കഴിക്കും, ബാക്കി കളയും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കാൽക്കേരിയ സൾഫ്, ഷാബയുടെ കാൽക്കേരിയ സൾഫ് 5 എണ്ണം വെച്ച് 3 നേരം. അപ്പോൾ അത് അവിടുന്ന് ഞാൻ വൈഫിൻ്റെ ഒക്കെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും. ഇതെങ്ങനെ ഇരിക്കുന്നു അറിയാനായി. അവരാണല്ലോ ഡ്രസ് ചെയ്യുന്നത്. അങ്ങനെ 3 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂർഡ് മാറി. പക്ഷേ അതിലൊരു പണിയും കൂടെ ഞാൻ ചെയ്യും. ഈ ഉണ്ട് തുറന്നു വെച്ചിട്ട് സ്വല്പ നേരം ഇളവയിൽ കൊള്ളിക്കും. ഒരു 8:30 മണിക്കൊക്കെ കുറച്ച് നേരം കൊള്ളിക്കും. ഈച്ച വരാതിരിക്കാൻ അവിടെ ഒരു ചെറിയ തോർത്ത്. പക്ഷെ അങ്ങനെ ഞാനത് കരിച്ചെടുത്തു. ഈ മെത്തേഡ് എല്ലാവർക്കും എനിക്ക് വേറെ പേഷ്യൻസ് ഉണ്ട്, കാലേനൊക്കെ നീരും വന്ന് പൊട്ടി കളഞ്ഞതൊക്കെ ഞാനിങ്ങനെ സുഖമാക്കും. അപ്പൊ അതിന് മെഡിസിൻ വേറെയൊക്കെ ഞാൻ കൊടുക്കും. ആന്ത്രാസിനം കൊടുക്കും, പൈറോജൻ കൊടുക്കും, അതെല്ലാം അതിന്റെ സപ്ലിമെന്ററി ആയിട്ട് കൊടുക്കും. അതാണ് പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ കേസ് എടുക്കുവോ അങ്ങനെയൊന്നും വേണ്ട. ആ പത്തോളജി എന്താണോ കണ്ടത് അതനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ വേറെ ഒരു മെത്തേഡാണ് ഡ്രീംസ് വെച്ച് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഡോക്ടർ രാജശേഖരനാണ് അത് ആ ശാഖ വികസിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പക്ഷെ അധികം അത് ഡ്രീംസിന്റെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല.
പിന്നെ എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ആ എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ടൂറിന് പോയി, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കുട്ടിയും കൂടെ ടൂറിന് പോയി. അച്ഛനും അവര് ഹോട്ടൽ ഭക്ഷണം കഴിച്ചു. വീട്ടിൽ വന്നപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായ വയറ്റിളക്കവും ഛർദി. പ്രശ്നം ഗുരുതരമാ. അതങ്ങനെ നീണ്ടുപോയാൽ ഡീഹൈഡ്രേഷൻ വരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഒക്കെയാണ്. അപ്പം ചിലപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വെജിറ്റേറിയന്റെ പഴകിയ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും. പക്ഷെ ഭയങ്കര വയറ്റിളക്കവും ഛർദിയാണെങ്കിൽ അതിനൊരു മെത്തേഡുണ്ട്. എനിക്കറിയാവുന്ന ഒരു മെത്തേഡാണ്. അത് ഞാൻ ഏതാണ്ട് 82-ല് ഗാസ്ട്രോ എൻട്രൈറ്റിസ് പറഞ്ഞു പിടിച്ചപ്പം ആണ് ഞാൻ ഈ പഠിച്ചത്. എൻ്റെ ഇപ്പോഴത്തെ മൂത്ത മോള്, അവൾക്ക് ഇപ്പം 45 years ആയി. മൂത്ത മോള് അന്ന് 7 മാസം പ്രായമേ. അപ്പൊ അവക്ക് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസ്ട്രോഎൻട്രൈറ്റിസ് പടർന്നു പിടിച്ചിട്ട്, കോളറ ലൈക്ക് സിംറ്റംസ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ അടുക്കല്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ഞാൻ പറഞ്ഞു ചത്തുപോകുന്നെങ്കിൽ ചത്തുപോകും, പക്ഷെ എന്നാലും ഞാൻ അവിടെ കൊണ്ടുപോകത്തില്ല. അത് എൻ്റെ വൈഫും കൂടെ സമ്മതിച്ചതുകൊണ്ട്. അന്നത്തെ പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെ അടുക്കലും ഞാൻ പോയി പ്രഗത്ഭരായിട്ടുള്ള. അന്നൊരു വർഗീസ് ഡോക്ടറാണ് ഏറ്റവും പ്രഗത്ഭനായിട്ട് ഇവിടെയുള്ളത്. പിന്നെ ചെറിയാൻ ഡോക്ടർ, പിന്നെ അങ്ങനെ പ്രശസ്തരായ പല ഡോക്ടർക്കും മുൻപ് അവർക്കൊന്നും വ്യക്തമായിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവർ പറയുന്ന മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ യാതൊരു ഇല്ല. കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഛർദ്ദിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് അതിനടുത്ത് വരും. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഞാൻ എന്തെടുത്തു? ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അരി തിളച്ച് വരുന്ന ആദ്യത്തെ വെള്ളം, അരി തിളച്ച് വരുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, അരി തിളച്ച് വരുമ്പോഴുള്ള ആദ്യത്തെ വെള്ളം ലേശം ഉപ്പിട്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞു കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു. വെച്ചാൽ മുലപ്പാലില്ല, മറ്റേ പാലാ കൊടുത്തോണ്ടിരിക്കുന്നത്. ഫീഡ് ചെയ്യാൻ പറഞ്ഞു. പാലൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പാലേ കൊടുക്കണം. ഇത് സ്പൂണിനകത്തേക്ക് ഇട്ട് കുഞ്ഞിൻ്റെ വായിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടേ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്ത മരുന്ന് എന്താന്ന് വെച്ചാൽ വാസ്തവത്തിൽ എത്തൂസയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന എത്തൂസ 3x പൊട്ടൻസി ഇതുപോലെ വെള്ളത്തിലാക്കി ഇതിനിടയ്ക്കിടയ്ക്ക് കൊടുത്തു. ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചിരിച്ചു. വയറ്റിൽ നിന്ന് പോകുന്നത് കുറഞ്ഞു, ഛർദിയും കുറഞ്ഞു. പതുക്കെ അവൾ റിക്കവർ ചെയ്തു. അന്നാണ് ഞാൻ പഠിച്ചത് എങ്ങനെ കോളറ ഇൻഫെന്റം ചികിത്സിച്ച് ഭേദമാക്കും. വയറ്റിളക്കവും ഛർദിയായിട്ട് വരുന്ന ഒരു കേസുകളും ഞാൻ വിടാറില്ല. എനിക്ക് ഭയവും. ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. പക്ഷെ ഞാൻ കരിക്കും വെള്ളം കൊടുക്കാറില്ല. എനിക്ക് കരിക്കും വെള്ളം നല്ലതാണെന്ന് എല്ലാവരും പറയുമ്പോൾ പോലും എനിക്ക് കൂടുതൽ പ്രയോജനം കണ്ടിരിക്കുന്നത് അരി തിളച്ചു വരുമ്പോൾ, കുത്തരി തിളച്ചു വരുമ്പോൾ, തിളയ്ക്കുമ്പോൾ ഉടനെ എടുക്കുന്ന വെള്ളം, അത് കഞ്ഞിവെള്ളമല്ല. കഞ്ഞിവെള്ളത്തിന് മുമ്പൊരു വെള്ളമുണ്ട്, അതിനകത്ത് ലേശവും ഉപ്പിട്ട് നിങ്ങൾ കൊടുക്കും. അതാണ് എൻ്റെ അനുഭവത്തിൽ ഉള്ളത്. ഇതുപോലെ തന്നെയാണ് എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ് ഈ അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോയി വയറ്റിളക്കവും ഛർദിയായി എന്ത് ചെയ്യും? അവര് ഉടൻ തന്നെ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ പതിവ്. വേണ്ട. നിങ്ങൾ ആഴ്സനിക് കാർബൺ 200, അത് തീർച്ചയായിട്ടും ഈ ഫുഡ് പോയ്സണിങ് ആയിരിക്കും. ആഴ്സനിക് കാർബൺ 200 ഒരു 4 ഡോസ് നിങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് 4 ഡോസ് കൊടുക്കുക മതി. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? കാംഫർ ടിഞ്ചർ പിൽസ്. കാംഫർ ടിഞ്ചർ വെള്ളത്തിലെടുക്കാൻ മേലല്ലോ, അതുകൊണ്ട് കാംഫർ ടിഞ്ചർ 2 ഗ്രാമില് മെഡിക്കേറ്റ് ചെയ്ത് 15 മിനിറ്റ്സ് ഇന്റർവെല്ലിട്ട് കൊടുക്കാൻ പറയണം. 15 മിനിറ്റ്സ്. അതുപോലെ തന്നെ ബിസ്മത്ത് 30 മെഡിക്കേറ്റ് ചെയ്ത് 15 മിനിറ്റ്സ്. അപ്പോൾ
അങ്ങനെ വരുമ്പം രണ്ടും ഹാഫ് ആൻ അവർ ആയിപ്പോകും. ഒന്ന് കൊടുത്തു, 15 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത കൊടുത്തു, 15 മിനിറ്റ് കഴിഞ്ഞ് മറ്റേത് കൊടുത്തു. ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്സനിക് ആൽബ് നേരത്തെ കൊടുത്തുമിരിക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് 95% ഫുഡ് പോയ്സണിങ്ങും അവിടെ നിൽക്കും. അഥവാ ഇത് നിന്ന് കഴിയുമ്പോൾ വേറെ ഒരു സിംറ്റം ചിലപ്പം അപ്പിയർ ചെയ്യും. അതെന്താന്ന് വെച്ചാൽ വയറ്റിലൊക്കെ നിന്നു, ഛർദി നിന്നു, കാലയിൽ നീര് വരും. ചിലപ്പോൾ കാലയിൽ നീര് വരും. പേടിക്കണ്ട, ഒന്നും ഭയക്കണ്ട. ആ സമയത്ത് കൊടുക്കേണ്ട മരുന്നാണ് എപ്പിസ്. കണ്ടിന്യൂ ചെയ്തു. മറ്റേ മെഡിസിൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക, എപ്പിസ് കണ്ടിന്യൂ ചെയ്യുക. വിത്തിൻ 5 days കുട്ടി സുഖമാകും. ഇതുപോലെ തന്നെ കൊടുക്കേണ്ട വെള്ളം കഞ്ഞിവെള്ളമാണ്. ഈ പറഞ്ഞ വെള്ളമാണ്. അത് യാതൊരു രീതിയിലും അതിന് കോംപ്രമൈസ് ചെയ്യും. നമ്മൾ കർശനമായിട്ട് പറയും. അത് കുറച്ച് 4-5 ദിവസത്തേക്ക് അത് തന്നെ കൊടുക്കാവും. വെള്ളം തന്നെ കൊടുക്കാവൂ. കുട്ടി പറയും എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരയുമ്പോ എന്താ കൊടുക്കണ്ടേ? നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം വാങ്ങി, എന്നിട്ട് അതിനകത്തെ അരി കളഞ്ഞിട്ട് കുഞ്ഞിന് അത് പിതുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ മിക്സിക്കകത്ത് അടിച്ചു കൊടുക്കണം. ഒരു ദിവസം അങ്ങനത്തെ. നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത ദിവസം കഞ്ഞി കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞ എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണത്തിന് നമ്മൾ ചികിത്സിക്കുക, അതാണ് എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഇത്രയും ആണ് എനിക്ക് നിങ്ങളുടെ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് പറയാം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അപ്പൊ ആ ചാപ്റ്റർ തീർന്നു. ഇനിയിപ്പം സമയം എന്തായി? 10:09. ഇനിയിപ്പം ബാക്കി നമ്മുടെ സബ്ജക്റ്റിലുള്ളത് ഏതാ? പ്രോട്ടോകോൾ അല്ലേ? പ്രോട്ടോകോളാണ് നമ്മുടെ സബ്ജക്റ്റിലുള്ളത്. പ്രോട്ടോകോൾസ് കുറെ ഉണ്ട്. നമുക്ക് തീരുന്നത്രയും തീർക്കാം. അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആദ്യം തന്നെ എനിക്ക് പ്രോട്ടോകോൾസിൽ പറയാനുള്ളത് പോളിലിത്യാസിസിനെ കുറിച്ചാണ്. പോളിലിത്യാസിസ് ഇപ്പം ധാരാളം കാണാം. പോളിലിത്യാസിസിന് അവര് അലോപ്പതി ഡോക്ടേഴ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അത് സ്പ്ലീൻ കംപ്ലീറ്റ് ആയിട്ട് അവരങ്ങ് റിമൂവ് ചെയ്യും. അത് കീഹോൾ സർജറി വെച്ച് അവർ റിമൂവ് ചെയ്യും. അതാണ് സാധാരണ ചെയ്യാറുള്ളത്. അതൊരു ഗോൾ ബ്ലാഡർ അല്ലേ കളയുന്നത്? അല്ല, ഗാൾ ബ്ലാഡർ നോട്ട് സ്പ്ലീൻ. ഗാൾ ബ്ലാഡർ ഇടയ്ക്ക് എന്താ ടങ് സ്ലിപ്പിങ് വരുന്നല്ലോ. ഗാൾ ബ്ലാഡർ നോട്ട് സ്പ്ലീൻ. ആ ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യാണ് ഇപ്പൊ സാധാരണ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കീഹോൾ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യും. പക്ഷേ ഒരു 6 mm താഴെയാണെങ്കിൽ, ഒരു 3 mm, ഒരു 4 mm, അല്ലെങ്കിൽ 5 mm, 6 mm താഴെയാണെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് നമുക്ക് ഒത്തിരി അത് കുറയ്ക്കാൻ പറ്റും. അതിന്റെ ഒരു പ്രോട്ടോകോൾ ഞാൻ പറയാം. മാഗ്മൂർ 30 ഡെയിലി 1 dose. നിങ്ങൾക്ക് എഴുതിയെടുക്കത്തക്ക രീതിയിൽ കൂടെ ഞാൻ സാവധാനം പറയാം. സ്പീഡ് കൂടുന്നുണ്ടോ ഡോക്ടറെ? ഇല്ല. കറക്റ്റ് അല്ലേ? അതാ ഞാൻ ഇപ്രാവശ്യം സാവധാനത്തിൽ പറയുന്നതിന്റെ കാര്യം അതാണ്. അത് എഴുതിയെടുത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണ്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. മാഗ്മൂർ 30 ഡെയിലി 1 dose. കാർഡസ് ടിഞ്ചർ 10 drops TDS. കൊളസ്ട്രിനം 3x TDS. ചെലിഡോണിയം 0/3 TDS. കിട്ടിയല്ലോ. മാഗ്മൂർ, കാർഡസ്, കൊളസ്ട്രിനം ആൻഡ് ചെലിഡോണിയം. അതാണ് എൻ്റെ പോളിലിത്യാസിസിന്റെ ഒരു പ്രോട്ടോകോൾ. പിന്നെ അടുത്തത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്.
അതിന് ഞാൻ അത് CA പ്രോസ്റ്റേറ്റ് ആണെങ്കിലും ഈ പ്രോട്ടോകോൾ ഉപയോഗിക്കാം. ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് മറ്റേ മെത്തേഡ് കൊണ്ടൊന്നും ഇത് സാധിക്കത്തില്ല. ഇപ്പൊ തന്നെ പ്രോസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സുള്ളവരൊക്കെയാണ് നമ്മുടെയൊക്കെ വരുന്നത്. അവർക്ക് നമ്മൾ ആ പ്രോസ്റ്റേറ്റിന്റെ ധാരാളം മരുന്നുകളുണ്ട്, എൻലാർജ്മെന്റിന്റെ ധാരാളം മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാം. പക്ഷെ എൻ്റെ പ്രോട്ടോകോള് ഈ CA ആണെങ്കിൽ കാഴ്സിനോസിൻ 30 TDS, പിന്നെ സോളിഡാഗോ 0/1 അത് BD ആയിട്ട് പോകും. പിന്നെ ഓറം അയഡേറ്റം 3x ഡെയിലി 1 ഡോസ്. പെയിനോ വല്ലതും ഉണ്ടെങ്കിൽ സിംഫൈറ്റം 3x കൊടുക്കാം. പിന്നെ വേറെ മരുന്നുകൾ, എൻലാർജ്മെന്റിന്റെ വേറെ മരുന്നുകളൊക്കെ ഉണ്ട്. സാബെൽസെറോട്ടിലെ ഉണ്ട്, പിന്നെ ഒത്തിരി മരുന്നുണ്ട്, പരേരാബ്രാവയുണ്ട്, ഒക്കെ ഒത്തിരി മരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നായതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ അടുത്തത് പൾമോണറി എംബോളിസം. അതൊക്കെ അലോപ്പതിയുടെ അവര് പൾമോണറി എംബോളിസം ഒക്കെ ഡയഗ്നോസ് ചെയ്ത് നമ്മുടെയൊക്കെ വരുന്നതെന്ന് ഓർക്കണം. അല്ല ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നൊന്നുമല്ല. പൾമോണറി എംബോളിസം അവര് ഡയഗ്നോസ് ചെയ്തിട്ട് അവർക്ക് അതിന് മരുന്നില്ല, ഇല്ലെങ്കിൽ കുറച്ച് സ്വാബ് ഇട്ടേട്ടോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെയൊക്കെ വരുന്നതാണ്. അതിന് നമ്മൾക്ക് എനിക്കൊരു പ്രോട്ടോകോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആർണിക്ക 3C ആൻഡിൻ ആഴ്സ് 1 ഡോസ്, ഹമാമലിസ് 200 TDS, ജിങ്കോ ബൈലോബ ടിഞ്ചർ 15 ഡ്രോപ്സ് TDS, പിന്നെ ഗ്ലാബെറ ടിഞ്ചർ 10 ഡ്രോപ്സ് BD. ഇതാണ് ഞാൻ പൾമോണറി എംബോളിസം ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് നമ്മുടെയൊക്കെ വരുന്ന പേഷ്യൻ്റ്. ഞാൻ അവരുടെയൊക്കെ പറയും ഇത് പൂർണ്ണമായിട്ട് ഭേദമാവില്ല, നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് വിമ്മിഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽക്കേരിയ ആഴ്സ് 30 ഡെയിലി 1 ഡോസ് വെച്ച് കഴിക്കാം, 1 or 2 ഡോസ് വെച്ച് കഴിക്കാം. പിന്നെ വിമ്മിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ടല്ലോ, ഒരു ടിഞ്ചറുണ്ട്, ആസ്പെഡോസ്പർമ. അത് ഒരു 10 ഡ്രോപ്സ് വെച്ച് നിങ്ങൾക്ക് 3 നേരം കഴിക്കാം. അത് 15 ഡ്രോപ്സ് ആണെങ്കിലും പ്രശ്നമില്ല. സാർ അതിന്റെ പ്രോട്ടോകോളിൽ ഹെമാമിലിസ് കഴിഞ്ഞ് ജിങ്കോ ബിലോബ 15 തുള്ളി 3 നേരം. അതെ. പിന്നെ ഗ്ലൈസെറിഹ എന്നാണ്. അത് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് മെഡിസിൻ ആണ് ഗ്ലാബെറ ടിഞ്ചർ 10 ഡ്രോപ്സ് BD. ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമ്മുടെയൊക്കെ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ കേസ് എടുക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്ലൈസെറിഹ അത് ആ മെഡിസിൻ ഒരു 15 ഡ്രോപ്സ് വെച്ച് 2 നേരം കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അലിയം സതൈവായി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രോട്ടോകോൾസ് മറ്റ് അയാളുടെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ രാവിലെ 1 മണിക്കൂർ നടക്കുക. പിന്നെ ഈ മീറ്റ് അവോയ്ഡ് ചെയ്യുക. ആഴ്ച വേണമെങ്കിൽ ഒരു ദിവസം ചിക്കനോ മറ്റോ കഴിക്കുന്നുണ്ട്, കുറവില്ല. യാതൊരു കാരണവശാലും ബീഫ് കഴിക്കരുത്, റെഡ് മീറ്റ് കഴിക്കരുത്. അതുപോലെ തന്നെ ഈ പന്നി ഇറച്ചിയും കഴിക്കരുത്. അങ്ങനെ നമ്മുടെ ഫുഡും ഇതും പറഞ്ഞ് ഈ മെഡിസിൻ കൊടുക്കുക. പിന്നെ എസ്പെഷ്യലി ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പറയുക. നക്സോമിക്കൊക്കെ എന്തൊരു ആക്ഷനാണ് നക്സോമിക്ക. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് കിട്ടിയ നക്സോമിക്ക 10 1 ഡോസ് കൊടുക്കുക.
പിന്നെ ഞാൻ പറയുന്ന നമ്മുടെ ഈ ടിഞ്ചേഴ്സ് ഇതും കൊടുക്കുക. നിങ്ങൾ അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. ഈ നമുക്ക് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അലോപ്പതി ഡോക്ടർമാർക്കും രണ്ട് കുഴപ്പങ്ങളും. ഒന്ന് എന്താന്ന് വെച്ചാൽ, ഹോമിയോപ്പതി ഡോക്ടർമാര് ഈ പത്തോളജിക്കൽ റെമഡീസിനെ അവഗണിക്കുകയും അലോപ്പതി ഡോക്ടർമാര് ഡൈനാമിക് ഫേസിനെ അവഗണിക്കുകയും ചെയ്യും. നമ്മള് ചെയ്യുന്നത് ഈ പത്തോളജിക്കൽ റെമഡീസിനെ അവഗണിക്കുക, ഈ പൊട്ടൻസി ഈ ഡൈനാമിക് ഫേസ് മാത്രമേ നമ്മൾ നോക്കുന്നു. പക്ഷെ ഈ ഡൈനാമിക് ഫേസിൽ നിന്ന് എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ പത്തോളജി അപ്പിയർ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് നോക്കിയേ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഫൈബ്രോയിഡ് വരണമെന്നുണ്ടെങ്കിൽ അത് പത്തോളജിക്കൽ ഇൻഫർമേഷൻ ആണ്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? ആ പേഷ്യന്റ് ലാക്ടസിസ് ആണ്. ആ ലാക്ടസിസ് പേഷ്യന്റിന് അവര് സസ്പീഷ്യസ് ആൻഡ് ലൊക്കേഷ്യസ് ആണ്. അവര് അങ്ങനെ അവിടെ ആ കുടുംബത്തില് ഇങ്ങനെ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. മെയിൻ ആയിട്ടാണല്ലോ 3 എണ്ണമാണ് അതിനകത്ത്. സസ്പീഷ്യസ് ആണ്, ലൊക്കേഷ്യസ് ആണ്, ലെഫ്റ്റ് സൈഡഡ് റെമഡി ആണ്. പിന്നെ അവർക്ക് ഈ വസ്ത്രങ്ങളൊന്നും ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല, ഈ പാവാട ഒന്നും കെട്ടാൻ പറ്റത്തില്ല, ചൂടാണ്, തെർമലി വെരി വെരി ഹോട്ട്. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ആ പേഷ്യന്റ് അത് അച്ഛൻ്റെ അനുഭവിച്ച് കുറെ നാൾ കഴിയുമ്പോൾ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുക. ഭർത്താവ് വെച്ചാൽ ഇവര് സസ്പീഷ്യസ് ആൻഡ് ലൊക്കേഷ്യസ് ആണ്. അതുകൊണ്ട് ഭർത്താവ് താമസിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സംശയമാണ്. അപ്പം അത് പ്രോപ്പറായിട്ട് ഭർത്താവിനെ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും സംശയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്ത് കൊടുക്കേണ്ട മെഡിസിൻ ആണ് ലാക്ടസിസ്. അത് കിട്ടാതെ വരുമ്പോൾ എന്ത് പറ്റും? ദാറ്റ് വിൽ ബി സപ്രസ്ഡ്. അത് സപ്രസ് ചെയ്യും. അത് സപ്രസ് ചെയ്യുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആ സപ്രസ് ചെയ്യുന്ന അത് ഒരു ട്യൂമറായിട്ട് ഒരു ഗ്രോത്ത് ആയിട്ട് അവരുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകും. അപ്പോഴാണ് ഈ പത്തോളജി അപ്പിയർ ആയി കഴിഞ്ഞാൽ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഞാൻ ഈ പറയുന്നത്. എപ്പോഴെങ്കിലും ഒരു പത്തോളജി അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മറ്റ് സിംറ്റംസ് ഉണ്ടല്ലോ എല്ലാം റിലീഫ് ആവും. അതാണ് ലാക്ടോസിസിന്റെ സിംറ്റം. എന്താ? ലാക്ടോസിസ് ഒരു എന്താ പറയണ്ടേ, പ്രഷർ കുക്കർ പോലെയാണ് ലാക്ടോസിസ് പേഷ്യന്റ്. പ്രഷർ കുക്കർ പോലെയാണ് ലാക്ടോസിസ് പേഷ്യന്റ്. അത് പിന്നെ അതിൽ നിന്ന് സ്റ്റീം പുറത്തോട്ട് അത് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി കാണാം അകത്തെ സാധനം വെന്തിരിക്കുന്നു എന്ന് മനസ്സിലാവും. അത് കൂവുമ്പോൾ അത് സപ്പോസ് ഇത് കൂവുന്നില്ലെന്ന് വിചാരിച്ചു, അത് അടഞ്ഞുപോയി എന്ന് വിചാരിച്ചു, എന്താ പറ്റുന്നത്? ഈ പ്രഷർ കുക്കർ മുകളിലോട്ട് ചാടി പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമാണ്. എന്നതുപോലെയാണ് ഈ ലാക്ടോസിസ് പേഷ്യന്റിന്. അവർക്ക് ഈ ഫൈബ്രോയിഡ് ഉണ്ടായി, ഈ ട്യൂമർ ഉണ്ടായപ്പോ എന്താ സംഭവിച്ചേ? അവർക്ക് സ്വസ്ഥമായി. കാര്യം എന്താ അറിയാമോ? റിലീവ്ഡ്. ദാറ്റ് ഈസ് ലാക്ടോസിസ്. അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുകയും അതോടൊപ്പം പത്തോളജിക്കൽ റെമഡീസും കൂടെ നമ്മൾ സെലക്ട് ചെയ്യും. അത് നമ്മളിപ്പം അതിനാണെങ്കിൽ ഇതിനാണ് ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഫ്രാക്സിനസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അമാമിലിസ് കൊടുക്കാം, ട്രില്ലിയം കൊടുക്കാം. ഈ ചില മെഡിസിൻസ് കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഞാനാണെങ്കിൽ മിക്സ് ചെയ്തു. എനിക്ക് ഇതേവരെ അതിനകത്തൊരു കുഴപ്പം പറ്റില്ല. ഞാൻ ഇപ്പം നിങ്ങൾ 45 വർഷം എന്ന് പറയുന്നില്ല, അല്ല, ഞാൻ ഏതാണ്ട് 47 വർഷം 1976 തൊട്ട്, അതായത് ഇന്റേൺഷിപ്പ് വരുമ്പോൾ 77 തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ എത്ര വർഷമായി? 49 വർഷത്തോളമായില്ലേ. 9, 7, 16. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെന്റെ ജീവിതാനുഭവമാണ്, എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. അതാണ് നമ്മള്
ഞാൻ എന്തോ പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. നമ്മള് പ്രോട്ടോകോൾ വന്നപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോട്ടോകോൾസിനെ. പിന്നെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ സി എ ലിവർ. നമുക്ക് ഇനിയിപ്പം 26 മിനിറ്റൂടെ ഉള്ളൂ. അയ്യോ, ഇപ്പൊ സാരമില്ല ഞാൻ സാർ, എന്ത് ചെയ്യാൻ? അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വെക്കാം. ഓ, വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇതിന് ലിവറിന് ready. സമയം നമ്മൾ എടുക്കുകയല്ലേ? ഈ എന്തുമാത്രം കിടക്കുന്നു പ്രോട്ടോകോൾസിൽ. ഇനി നമുക്ക് ഇപ്പം ആരെങ്കിലും ഇതിനകത്ത് സംശയം ചോദിക്കാനുള്ളവരെ ചോദിക്കട്ടെ. നമുക്ക് 6 ഇതിനകത്ത് മിനിറ്റ്. ഇനിയിപ്പം ഈ പ്രോട്ടോകോൾസിന് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അപ്പൊ ആ പ്രോട്ടോകോൾസ് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ആർക്കാ അത്യാവശ്യം? നിങ്ങളെ പോലുള്ള, ഡോക്ടറെ പോലുള്ള ഈ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കല്ല ഇതാവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടണം. അതാണ് എൻ്റെ ഒരാഗ്രഹം. അതാണ് കാര്യം. എനിക്കൊന്നും പ്രാക്ടീസിന് ഒരു കുഴപ്പമില്ല. എനിക്ക് പേഷ്യൻസും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ യങ്ങർ ജനറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ 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 അതാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അക്യൂട്ട് പ്രാക്ടീസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും വിധത്തിൽ ഒരു പനി വന്നെന്ന് വിചാരിച്ചോ, ഒരു പനിയായിട്ട് എൻ്റെ ഒക്കെ ഒരു കുട്ടി വന്നു, ഇതൊന്നും ബ്രയോണിയയാണോ, പെരഡോണയാണ്, എൽസീമിയാണ്, ആഴ്സനിക്കാണ്, റെസ്റ്റോക്സ് ആണ്, ഇതൊന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെയൊക്കെ ഡോക്ടർമാരുടെ ഒക്കെ പറയുന്നു, ബ്രൈ 30 2-hour interval, ജെൽസീമിയൻ 200 6 ഡോസ്, ബെലഡോണ 6 ഡോസ് കൊടുത്തേക്കണം. എപ്പോഴെങ്കിലും ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഈ പൊടി, ഈ ബെല്ലിന്റെ പൊടി കലക്കി അരമണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറയും. അപ്പൊ അതാ ഫീവറിന്റെയാണ്. അതുകൊണ്ട് കുറഞ്ഞില്ലേ 26? അതുകൊണ്ട് കുറഞ്ഞില്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ആഴ്സനിക്കം, റെസ്റ്റോക്സ്, പൈറോജൻ. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഡേയില്, അതായത് ഹോമിയോപ്പതി അങ്ങനെ താമസിക്കത്തൊന്നുമില്ല, പിറ്റേ ദിവസം തന്നെ കുറയും ഹോമിയോപ്പതിക് മെഡിസിൻ. പിറ്റേ ദിവസം കുറഞ്ഞില്ലെങ്കിൽ ആഴ്സനിക്കം, റെസ്റ്റോക്സ്, പൈറോജൻ. അതാണ്. അതുകൊണ്ടും കുറഞ്ഞില്ലെങ്കിൽ എന്ന് വിചാരിച്ചു, ടെമ്പറേച്ചർ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വി മസ്റ്റ് ബി സീരിയസ്. നമ്മൾ തൊണ്ട നോക്കണം, അല്ലെങ്കിൽ ആദ്യം തന്നെ എക്സാം ചെയ്യണം. തൊണ്ട നോക്കണം, യൂറിൻ നോക്കണം, ഒക്കെ ചെയ്യണം. പിന്നെ ചുമയും വിമ്മിഷ്ടവും കുറുങ്ങലും ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നും മടിക്കണ്ട. വെരേട്രംബിന്റെ 30 ഒരു 2-3 ഡ്രോപ്പ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തില് ഇറ്റിച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഇന്റർവെൽ ഇട്ട് കൊടുക്കുക. 15 മിനിറ്റ് ഇടവ്. ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ ആ കുറുങ്ങലിന് ശമനം കിട്ടുകയും ചെയ്യും. ഈ കുട്ടിക്ക് ആശ്വാസമാകുകയും ചെയ്യും. കൂടുതലായിട്ട് കുറുകുറുപ്പുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആന്റിൻഡാർട്ട് കൂടെ കൊടുക്കണം. ആന്റിൻഡാർട്ട് 30 ഒരു അരമണിക്കൂർ ഇടവിട്ടത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ടെമ്പറേച്ചറിന് ഈ പറഞ്ഞ രീതിയിൽ ബെലഡോണ കൊടുക്കാം, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ യൂറിൻ നോക്കിയിരിക്കണം. യൂറിൻ നോക്കുമ്പോൾ പസൽസ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഇപ്പോൾ ഇതെടുക്കുമ്പോൾ, ഈ പ്രോട്ടോകോൾ എടുക്കുമ്പോൾ അതിൽ വരും ഇതെല്ലാം വരും. അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ 10:27 ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഡോക്ടർ, സംശയം ചോദിച്ചിട്ട് നമുക്കത് സമയം തികയാൻ തോന്നുന്നില്ലല്ലോ. ജയലളിത ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ജയലളിത ഡോക്ടറെ ഞാൻ കണ്ടു. ജയലളിത ഡോക്ടറെ ഞാൻ ഇത് പറഞ്ഞത് ഒരു അഭിപ്രായം ഞാൻ കണ്ടു ജയലളിത ഡോക്ടറുടെ. പക്ഷെ നമ്മുടെ ഇന്ന സബ്ജക്റ്റ് വരുന്നില്ല. അൾസറിനെ കുറിച്ച്, ടെറൻറ്റുല ക്യൂബൻസിസ് അൾസറിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഡോക്ടർ ചോദിക്കുന്നത്. ടെറൻറ്റുല ക്യൂബൻസിസ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല, സത്യം പറയാം. അൾസറിന് ഞാൻ ഉപയോഗിക്കുന്ന മെയിനായിട്ട് സിലീഷ്യ, പൈറോജൻ, എപ്പിസ്, ബെലഡോണ, ആന്ത്രാസിനം ഒക്കെയാണ് ഞാൻ സാധാരണ. ടെറൻറ്റുല ക്യൂബൻസിസ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ
ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് സമയം കുറവുണ്ട്, 2 മിനിറ്റേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പ്രത്യേകിച്ച് എന്തായാലും വളരെ നല്ല ഒരു സെഷൻ തന്നെയായിരുന്നു സാർ. ഇങ്ങനെ ഓരോ മെഡിസിന്റെയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവല് കറക്റ്റായിട്ട് പ്രോസസ് എങ്ങനെയാണ്, ലൈക്ക് പൊടി എങ്ങനെയാണ്, ശരിക്കും നമ്മളൊരു മെറ്റീരിയൽ മേടിക്കുക, കുത്തിയിരുന്ന് ഒരു 5-6 മണിക്കൂർ റെഫർ ചെയ്താൽ പോലും കിട്ടാത്ത കാര്യങ്ങളാണ് വളരെ ഷോർട്ട് ടൈം കൊണ്ട് അവതരിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ മെമ്മറി വളരെ നന്നായിട്ട് കൂടുകയും നമുക്ക് സക്സസ്ഫുൾ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ജയിലിലെ ഡോക്ടർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് അൺമ്യൂട്ട് ചെയ്യണം. അത് നമുക്ക് ജയലളിത ഡോക്ടറെ വിളിക്കാം നന്ദി പറയാനും കൂടെ. പക്ഷെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. ഇനി കോഹോസ്റ്റ് ആക്കിയാലോ? ഓക്കെ കിട്ടി. ആ ഡോക്ടറെ, ഹരിഹരൻ ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ഈ ഈ ടാറന്റുല ക്യൂബൻസിസ് ഇങ്ങനെ ഒരു കേസിൽ കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. വെരി ഗുഡ്. PD റിക്കവറി ആണത്. 30 TDS അൾസേഴ്സ് ഒരിക്കലും ഉണങ്ങാത്തതും സിവിയർ പെയിനും ഒക്കെ ആയിട്ടുള്ള അൾസേഴ്സിൽ ഈ ടാറന്റുല ക്യൂബൻസിസ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സാർ ഇതുവരെ എടുത്തേക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഒത്തിരി നല്ലതാണ്, വെരി യൂസ്ഫുൾ. അതും ഒരുപാട് മെഡിസിൻസ് ഇങ്ങനെ കമ്പയർ ചെയ്തും അതെങ്ങനെ പഠിക്കണമെന്നും അതിന്റെ കോൺസെൻട്രേഷനും എല്ലാം വിശദമായിട്ട് സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ സാറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും നല്ലൊരു ക്ലാസ്സുകളായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ EAPHന്റെ പേരിൽ സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു ജയലളിത ഡോക്ടറെ. എന്തായാലും നമുക്ക് ഇന്നത്തെ വിവിധ തരം പ്രിസ്ക്രിപ്ഷനുകളും ചികിത്സയുടെ പ്രോട്ടോക്കോളും എന്ന വിഷയത്തിൽ സാറ് നമുക്ക് ആദ്യം തന്നെ റെപ്പർട്ടറൈസ് ചെയ്ത് മരുന്ന് കൊടുക്കുന്ന കാര്യവും, രണ്ടാമത് റെയർ പെക്യുലർ അൺകോമൺ സിംറ്റം എടുത്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ, പിന്നെ എയിൽമെന്റ്സ് ഡ്യൂ ടു പിന്നെ നാലാമത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്, പിന്നെ പ്രോട്ടോകോൾ മെത്തേഡ്, അടുത്തതായിട്ട് പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ, ഡ്രീംസ്, പിന്നെ എത്തിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഇത്രയും പ്രിസ്ക്രിപ്ഷനാണ് സാറ് നമുക്ക് വിശദീകരിച്ച് തന്നത്. അതുപോലെ പ്രോട്ടോകോൾ നമുക്ക് 2-3 തരാൻ പറ്റുള്ളൂ. എങ്കിലും സാർ അടുത്ത് അതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാറ് പതുക്കെ തന്നെ പറഞ്ഞ് എത്ര ക്ലാസ് എടുത്താലും ഞങ്ങൾക്കത് മുഴുവനും പറഞ്ഞു തരണം. എല്ലാവർക്കും തന്നെ പ്രയോജനമുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ് 2169 പ്രതിദിന വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ ഡോക്ടർ N. ഹരിഹരൻ സാറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.